ഹലോ! അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ അടപ്പിഞ്ചിൻ്റെ റെസിപ്പി ഒരു DIY ആണ്. അതായത് നമ്മൾ വീട്ടിലെങ്ങനെ കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ കടകളിൽ നിന്നും കസ്റ്റർഡ് പൗഡർ മേടിക്കുന്നതിന് പകരമായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ എളുപ്പത്തിൽ ഈ ഒരു കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് മധുരമുള്ള കസ്റ്റർഡ് പൗഡറിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാനിവിടെ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ശരിക്കും പൗഡർ ആകുന്നിടം വരെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കാവേ. അതുകൊണ്ട് ഈ സമയത്ത് കുറഞ്ഞു പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാൻ ആ ഒരു പഞ്ചസാര ശരിക്കും പൗഡർ പോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റർഡ് പൗഡർ റെഡിയാകും. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്നുള്ള അളവിൽ നിങ്ങൾ എടുത്താൽ മതിയേ. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺസ്റ്റാർച്ച്. അതായത് നമ്മുടെ ഈ ഒരു കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു തിക്നെസ് വരത്തില്ലേ നല്ല കട്ടിക്ക്, അതിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടുന്നത് കോൺസ്റ്റാർച്ച് വഴിയാണ്. നിങ്ങൾക്കും കസ്റ്റർഡ് പൗഡറിൻ്റെ ബോക്സ് നോക്കിയാലും അതിൻ്റെ പുറകെ നോക്കിയാൽ മനസ്സിലാകും അതിനകത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മെയ്സ് സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് ആണ്. അപ്പം ഇവിടെയും ഞാൻ അതും ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അതും ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 3 പിഞ്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടി മിക്സിയിൽ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു പിഞ്ച് ഫുഡ് കളർ ഇല്ലേ, യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ കാണത്തില്ലേ നമ്മുടെ കസ്റ്റേർഡിന്, ആ കളർ കിട്ടുന്നത് ഫുഡ് കളർ വഴിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കി എടുത്തു കഴിയുമ്പം അതിനൊരു ലൈറ്റ് യെല്ലോയിഷ് കളർ കാണും. പക്ഷെ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ഇതിനെ അടച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തോണ്ട് വരാം. ഇപ്പം ഞാൻ അതെല്ലാം ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റർഡ് പൗഡർ റെഡിയാണ്. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര മിൽക്ക് പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തതിൻ്റെ പകുതി യൂസ് ചെയ്താൽ മതിയാകും. ഫുഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നേരത്തെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതേപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്ന് കസ്റ്റർഡ് പൗഡർ മേടിക്കുന്ന സമയത്ത് അത് പല ഫ്ലേവർ കിട്ടാറുണ്ട്. അതായത് വാനില ഫ്ലേവർ, പൈനാപ്പിൾ, ഓറഞ്ച്, അങ്ങനെ പല ഫ്ലേവേഴ്സ് കിട്ടാറില്ലേ. ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നമ്മുടെ കസ്റ്റർഡിന് കിട്ടാൻ വേണ്ടി ഈ ഒരു കസ്റ്റർഡ് പൗഡർ ഇല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, അത് നമ്മൾ പാലിലൊഴിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റുള്ള കസ്റ്റർഡ് കിട്ടുമേ. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കസ്റ്റർഡ് പൗഡർ നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേ നാൾ യാതൊരു കേടും കൂടാതെ ഇരിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ കസ്റ്റർഡ് പൗഡർ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ചില സ്ഥലങ്ങളിൽ കോൺസ്റ്റാർച്ചും കോൺഫ്ലവറും സെയിം ആണ്. ഈ കോൺസ്റ്റാർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളറിലുള്ള നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ കോൺഫ്ലവർ എന്ന് പറഞ്ഞുകൊണ്ട് യെല്ലോ കളറിൽ കിട്ടാറുണ്ട്. അത് ഇവിടെ യൂസ് ചെയ്യരുത്. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത കസ്റ്റർഡ് പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോഴും നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിലും അതേപോലെ തന്നെ ആവശ്യത്തിന് തിക്നെസ്സിലും വന്നായിരുന്നേ. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ്. ഇതിലും കൂടുതൽ തിക്നെസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നേരം ചൂടാക്കിയെടുത്താൽ മതിയാകും. അതേപോലെ തന്നെ ഇവിടെ ഞാൻ കളർ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വൈറ്റ് കളറിൽ കസ്റ്റർഡ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഞാൻ ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നമ്മൾ കടകളിൽ പോകാതെ വീട്ടിൽ തന്നെ എങ്ങനെ കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇതെല്ലാവരും പറയുന്നതാണ്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യായിരിക്കും. എന്നാലും ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളേ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നിടം വരെ താങ്ക്